എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം പാരഗൺ ചെരുപ്പ് ഗോഡൌണിന് തീപിടിച്ചു. 4 നില കെട്ടിടത്തിനാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷബ്ന സിയാദ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. ഷബ്ന, വലിയ തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇവിടെ വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 4 നില കെട്ടിടമാണ്. ഇത് ചെരുപ്പ് ഗോഡൌൺ ആണ്. ചെരുപ്പ് ഗോഡൌണുള്ളിൽ വലിയ തോതിൽ തീ ഇപ്പോഴും ഉയർന്ന് പൊങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. വലിയ പുകയും ഉയരുന്നു. ഈ 4 നില കെട്ടിടവും പൂർണ്ണമായും കത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അല്പം സമയം മുമ്പ് എത്ര മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഏതാനും മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ചെറിയ തോതിൽ പുകയുയരുകയും സമീപവാസികൾ ഈ ഫയർഫോഴ്സിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ വലിയ തോതിൽ തീ പടർന്നു പിടിച്ചിരിക്കുന്ന 4 നില കെട്ടിടമാണ്. ഫാൽക്കൺ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കെട്ടിടത്തിന്റെ അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ വ്യക്തി കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ തന്നെ ചോദിക്കാം ഇത്തരത്തിലുള്ള എന്താണ് സംഭവിച്ചത് എന്ന്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ചെറിയൊരു തീ കണ്ടു. അതായത് ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോവുക പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇത് ചെരുപ്പായതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റാതെ പോയി. കാരണം ഫയറും കാര്യങ്ങളെല്ലാം ഓൾറെഡി എല്ലാം ക്ലീൻ ആയിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും അകത്തോട്ട് കയറാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. അതാണ് ഏതായാലും ഞങ്ങൾ ആളുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ തോതിൽ പുക ഉയരുകയും തീ പടർന്നു പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷബ്ന, ഈ ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം ഈ 4 നില കെട്ടിടത്തിനാണല്ലോ തീ പിടിച്ചത്. മുകളിലത്തെ കെട്ടിടത്തിനാണോ ആദ്യമായി തീ പിടിച്ചത്? മുകളിലത്തെ നിലയിലാണോ? മുകളിലത്തെ നിലയിൽ നിന്നാണ് തീ താഴേക്ക് പടരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും 4 നില കെട്ടിടം മുഴുവനായും തീ ആയ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫയർഫോഴ്സ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അത്തരത്തിൽ തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വലിയ തോതിൽ പുക ഉയരുകയും അത്തരത്തിൽ വലിയ പുക ഉയരുന്ന ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ നിലവിലിവിടെ ഉണ്ട്. ഷബ്നയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് ഗോഡൌണിന് തീ പിടിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലാണ് ആദ്യം തീ വന്നതെന്നാണ് ഷബ്ന പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് നേരത്തെ ദൃക്സാക്ഷി ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു മീഡിയ വണ്ണിനോട്. പിന്നീട് മുകളിലത്തെ നിലയിൽ നിന്നും തീ മറ്റു നിലകളിലേക്ക് കൂടി പടരുകയായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ആ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. 4 നില കെട്ടിടം പൂർണ്ണമായും തീ പടർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വലിയ പുകപടലമാണ് ആ കെട്ടിടത്തിനുള്ളിൽ നിന്നും വരുന്നത്. 4 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലാണ് ആദ്യം തീ കണ്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത് പിന്നീട് മറ്റു നിലകളിലേക്ക് കൂടി പടരുകയായിരുന്നു. ഷബ്ന, ഇപ്പോൾ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്? ഷബ്ന, കേൾക്കാമോ? നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ
നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഫയർഫോഴ്സിന്റെ തന്നെ 10ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ചെറിയ തോതിൽ പുക ഉയരുകയും രാവിലെ തന്നെ ഇത്തരത്തിൽ ചെറിയ തോതിൽ പുക ഉയരുന്നത് കണ്ടിരുന്നു. ഇത് അയൽവാസികൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. എന്നാൽ അപ്പോൾ മുതൽ തുടങ്ങിയ ശ്രമമാണ് പുക കടത്താനുള്ള വലിയ ശ്രമങ്ങൾ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മറ്റു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഫയർഫോഴ്സ് വെള്ളം ഒഴിച്ച് തീ കടത്താനുള്ള വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. മറ്റ് സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ ഒരു രീതിയിലും തീ അണയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്നാണ് ആദ്യം തീ പുക ഉയർന്നത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അതിനുശേഷമാണ് ഇപ്പോൾ താഴെ നിലയിലേക്കും തീ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കെട്ടിടത്തിന് തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന ദൃക്സാക്ഷിയായ ഒരു ചേച്ചിയോട് നമുക്ക് ഇത്തരം വിവരങ്ങൾ ചോദിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് മുകളിൽ ഒരു ഒച്ച കേട്ടു, 3-4 പേര് ഒച്ച കേട്ടപ്പോ നോക്കിയപ്പോ കത്തുന്നു. പിന്നെ ആൾക്കാരെല്ലാം ഓടിപ്പോ ഈ സാധനങ്ങളെല്ലാം മാറ്റി. അത്രേ കണ്ടുള്ളൂ. പിന്നെ ഇങ്ങനെ നിന്ന് കത്തുന്നു. ഒരു 10 മണിക്ക് തുടങ്ങിയത് ഇതുവരെ നിന്നിട്ടില്ല. മുകളിലെ നിലയിൽ നിന്നാണ് ആദ്യം. ഫോണിലാണ് കണ്ടത്. എനിക്ക് തോന്നുന്നുണ്ട് കറണ്ടിന്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ഏറ്റവും മുകളിൽ ആദ്യം. പിന്നെ ഇങ്ങനെ താഴെ കത്തി വരുന്നുണ്ട്. ഒരിടം വിളിച്ചിട്ട് ആൾക്കാർ വന്നില്ല. ഫയർ വന്നില്ല.